ഹായ് ഹലോ ഗോൾഡ് ബെഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ജനൈറ്റൽ ഓർഗൻ ഓഫ് പീജൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഫോർത്ത് സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു PPT ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പിക്ചർ വെച്ച് ജസ്റ്റ് നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ടെക്സ്റ്റിൽ പോയിൻറ്റ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റം, മെയിൽ ജനൈറ്റൽ, ഫീമെയിൽ ജനൈറ്റൽ ഓർഗൻ, ഈ 3 ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ആദ്യം എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ പറ്റി പറയാം. ഇവിടെ ഈ കാണുന്നതാണ് ഇതിൻ്റെ കിഡ്നി എന്ന് പറയുന്നത്. ഇനി ഇതല്ലെങ്കിൽ ഈ ഒരു ഇമേജിൽ കണ്ടോ, ഈ ബ്രൗൺ ഷെയ്ഡിൽ കാണുന്നതാണ് പീജൻ്റെ കിഡ്നി എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും ഒരുമിച്ചിട്ടാട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ യൂറിനറി ഓർഗൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെറ്റാനെഫ്രിക് കിഡ്നിയാണ്. എന്താണ്? ഒരു മെറ്റാനെഫ്രിക് കിഡ്നിയാണ്. ഓരോ കിഡ്നി നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റാണ്. കണ്ടോ, ഫ്ലാറ്റ് ആയിട്ടുള്ള കിഡ്നിയാണ് കാണുന്നത്. അതിന് 3 ലോബ്സ് ഉണ്ട്. 1 2 3. ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 3 ലോബ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കിഡ്നിക്ക് 3 ലോബ്സ് ആണ്. അപ്പോൾ ഒരു ആൻറ്റീരിയർ ലോബ് ഉണ്ട്, ഒരു മിഡിൽ ലോബ് ഉണ്ട്, ഒരു പോസ്റ്റീരിയർ ലോബ് ഉണ്ട്. ഈ കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്യൂബുലാർ ഗ്ലാൻഡ്, ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള ട്യൂബുലാർ ഗ്ലാൻഡ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഗ്ലാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് ഉപയോഗിച്ചിട്ടാണ്. ആ കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? നെഫ്രോൺസ് എന്നാണ്. അങ്ങനെ ഈ നെഫ്രോൺസ് ഒക്കെ കൂടി ചേർന്നിട്ട് യൂറിനറി ഡക്റ്റായിട്ട് മാറും. എന്നിട്ട് അത് ആൻറ്റീരിയർ ലോബിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവസാനം യൂറോഡിയത്തിലേക്ക് ഓപ്പൺ ആവും. യൂറോഡിയം എന്താണെന്നറിയാമല്ലോ, യൂറിനറി ഡക്റ്റ് തുറക്കുന്നത് ക്ലോവാക്കയുടെ ഒരു മിഡിൽ പാർട്ടാണ്, അല്ലെങ്കിൽ മിഡിൽ ക്ലോവാക്കയാണ്. അതിലേക്കാണ് എന്ത് തുറക്കുന്നത്? യൂറിനറി ഡക്റ്റ് തുറക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. യൂറിറ്റർ വന്നു, അത് നേരെ ക്ലോവാക്കയുടെ മിഡിൽ പോർഷനായിട്ടുള്ള യൂറിയോഡിയത്തിലേക്ക് തുറന്നു. ഓക്കെ, നമ്മൾ എന്താ പറയുക, ബേർഡ്സിൻ്റെ കേസിൽ നോക്കുമ്പോൾ എന്ത് ആബ്സെൻ്റ് ആണ്? യൂറിനറി ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. പിന്നെ പീജൻ അതേപോലെ തന്നെ അധിക ബേർഡ്സും യൂറിക്കോടെലിക്കാണ്. നമ്മളിത് പഠിച്ചൊരു കാര്യമാണ്. യൂറിക്കോടെലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രിയോജീനിയസ് വേസ്റ്റ് ഇവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിക് ആസിഡ് ആയിട്ടാണ്. യൂറിക്കോടെലിക് എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡ് ആയിട്ടാണ്. ഇവരുടെ യൂറിൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ചൊരു വഴുവഴുപ്പ് പോലെ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. ഓക്കെ, ഈ ഒരു യൂറിൻ ക്ലോവാക്കയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് വാട്ടറും അതേപോലെ തന്നെ സാൾട്ടും ഒക്കെ അബ്സോർബ് ചെയ്യും. ആ ഒരു ഇത്രയും ഇതൊക്കെ കഴിഞ്ഞ് ഫൈനലായിട്ടൊരു യൂറിൻ ക്ലോവാക്കയിൽ എത്തുമല്ലോ, ആ ക്ലോവാക്കയിൽ നിന്ന് വാട്ടറും ചില സാൾട്ട്സൊക്കെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ യൂറിക് ആസിഡും യൂറേറ്റ്സും മാത്രം ഡ്രൈ ആയിട്ടുള്ള വൈറ്റ് സബ്സ്റ്റൻസ് ആയിട്ടായിരിക്കും. യൂറിക് ആസിഡും യൂറേറ്റ്സും മാത്രമുള്ള ഒരു വൈറ്റ് സബ്സ്റ്റൻസ്, ഒരു ഡ്രൈ ആയിട്ടുള്ള വൈറ്റ് സബ്സ്റ്റൻസ് ആയിട്ടാണ് പുറത്തേക്ക് വരിക. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കാക്കയുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് സബ്സ്റ്റൻസ് അല്ലേ വരുന്നത്. അതേപോലെ തന്നെ പ്രാവിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഇവിടെയൊക്കെ വെള്ള കളറിൽ. ഓക്കെ, അത് ഇതിൻ്റെ എന്താണ്? യൂറിനാണ് കേട്ടോ. ഇതിൻ്റെ യൂറിൻ എന്താണ്? ഡ്രൈ ആണ്. വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു യൂറിനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ യൂറിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഗുവാനോ, GUANO, ഗുവാനോ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇവരെന്തിനാണ് യൂറിക്കോടെലിസം ആയത്? ഇവർ ശരിക്കും യൂറിക്കോടെലിസം ആയത് ഇവരുടെ വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവരിങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇവർക്ക് വാട്ടറിനെ അങ്ങനെ അല്ലെങ്കിൽ ഒരു യൂറിനെ അങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു എന്താ പറയുക, ഫ്ലൈയിങ് അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇവർ യൂറിക്കോടെലിക് ആണ് എന്നുള്ളത് ഇവരുടെ ഫ്ലൈറ്റിൻ്റെ ഒരു അഡാപ്റ്റേഷൻ, പറക്കാൻ വേണ്ടി ഇവർക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവർ യൂറിക്കോടെലിസം ആവാനുള്ള കാരണം എന്താണ്? വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇവർക്ക് ഒരുപാട് വെള്ളത്തിനെ ക്യാരി ചെയ്തുകൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പോൾ യൂറിനായിട്ടാണെങ്കിലും ഒരുപാട് വെള്ളത്തിനെ ക്യാരി ചെയ്തുകൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് വാട്ടറാണ് ഇവർ പറക്കുന്നതുകൊണ്ട് ഇവരെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു ലിമിറ്റഡ് വാട്ടറേ പറ്റുള്ളൂ. അപ്പം അത് ലോസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അങ്ങനെ ഒരു വാട്ടർ ക്യാരി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇതെന്തായി മാറിയത്? യൂറിക്കോടെലിക് ആയിട്ട് മാറിയത്. അപ്പോൾ ഇതിൽ മെറ്റാനെഫ്രിക് ആണ് ഇവരെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിൽ പ്രോനെഫ്രസും മീസോനെഫ്രസ് കിഡ്നിയൊക്കെ എംബ്രിയോണിക് സ്റ്റേജിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ പ്രോനെഫ്രസ് കിഡ്നി ഡിസപ്പിയർ ചെയ്യും കുറച്ച് കഴിയുമ്പം തന്നെ, ആ ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ. അപ്പോൾ പക്ഷേ അതിൻ്റെ എന്ത് എക്സിസ്റ്റ് ചെയ്യും? അതിൻ്റെ നെഫ്രിക് ഡക്റ്റ്, അതിൽ നിന്ന് വന്നിരുന്ന ഡക്റ്റ് എന്ത് ചെയ്യും? പേഴ്സിസ്റ്റ് ചെയ്യും. അങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റായിട്ട് 2 എണ്ണമായിട്ട് മാറും. വോൾഫിയൻ ഡക്റ്റും മുളേറിയൻ ഡക്റ്റും.
മുള്ളേറിയൻ ഡക്റ്റും. വോൾഫിയൻ ഡക്റ്റ് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? വാസ് ഡിഫറൻസ് ആയിട്ട് മാറും മെയിലിൻ്റെ കേസിൽ. ഫീമെയിലിൻ്റെ കേസിൽ അത് ഡിസപ്പിയർ ചെയ്ത് പോകും. അതേപോലെ തന്നെ മുള്ളേറിയൻ ഡക്റ്റ് ഓവിഡക്റ്റായി പോവും ഫീമെയിലിൻ്റെ കേസിൽ. മെയിലിൻ്റെ കേസിൽ അതെന്തായി പോവും? ഡിസപ്പിയർ ചെയ്ത് പോവും. അപ്പോൾ എന്താണ് വാസ് ഡിഫറൻസ് ആയിട്ട് മാറുന്ന മെയിലിൻ്റെ കേസിൽ? വോൾഫിയൻ ഡക്റ്റാണ്. എന്താണ് ഫീമെയിലിൻ്റെ കേസിൽ ഓവിഡക്റ്റായിട്ട് മാറുന്നത്? മുള്ളേറിയൻ ഡക്റ്റാണ് കേട്ടോ. അപ്പം അത്രയാണ് നമുക്ക് അതിൻ്റെ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ജനൈറ്റൽ, മെയിൽ ഫീമെയിൽ ജനൈറ്റൽ ഓർഗനാണ് പറയാനുള്ളത്. ഇനി നമ്മൾ മെയിൽ ജനൈറ്റൽ ഓർഗൻ നോക്കുകയാണെങ്കിൽ, മെയിൽ ഓർഗനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെയർ ഓഫ് ടെസ്റ്റസ് ആണ്. അതങ്ങനെ ഒരു പെയർ ഓഫ് ടെസ്റ്റസ് ആണ് കാണാൻ പറ്റുന്നത്. ഓരോ ടെസ്റ്റസും കിഡ്നി ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. കണ്ടോ, ഈ ഒരു കിഡ്നി ആയിട്ട് ഓരോ ടെസ്റ്റസും അറ്റാച്ച്ഡ് ആണ്. അതൊരു ഫോൾഡ് ഓഫ് പെരിറ്റോണിയം വഴിയാണ്. ആ പെരിറ്റോണിയത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മീസോർക്യം. എന്താ വിളിക്കുന്നത്? മീസോർക്യം. MESORCHIUM. ഓക്കെ, ഞാൻ നോട്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് ചില സ്പെല്ലിങ്സ് ഇങ്ങനെ എടുത്ത് പറയുന്നത്. ഓക്കെ, ഇനി ടെസ്റ്റസ് നോക്കിക്കഴിഞ്ഞാൽ, ഇതാണ് ടെസ്റ്റസ്. ടെസ്റ്റസ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കോമ്പൗണ്ട് ആയിട്ടുള്ള ട്യൂബുലാർ ഗ്ലാൻഡ് ആണ്. ഒരു എന്താ പറയുക, ഒരു ട്യൂബ് പോലത്തെ ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ്. അതിൽ ഒരുപാട് കോയിൽഡായി കിടക്കുന്ന ഗ്ലാഡുലാർ ട്യൂബ്യൂൾസ് ഉണ്ട്. ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറേ കോയിൽഡായി കിടക്കുന്ന ഗ്ലാൻഡുലാർ ട്യൂബ്യൂൾസ് കൊണ്ടാണ്. ആ ട്യൂബ്യൂൾസിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. ഇതിൻ്റെ അകത്താണ് എന്തുണ്ടാവുന്നത്? സ്പേം ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് കാണാം? ഒരു ഗ്രൂപ്പ് ഓഫ് എൻഡോക്രൈൻ ആയിട്ടുള്ള സെൽസിനെ കാണാം. ആ സെൽസിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻഡസ്റ്റീഷ്യൽ സെൽസ്. എന്താ വിളിക്കുക? ഇൻഡസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിംഗ് സെൽസ് എന്നാണ് വിളിക്കുക. ഓക്കെ, LEYDIG, ലീഡിങ് സെൽസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ ഒരു സെൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലീഡിങ് സെൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ ഫങ്ഷനിങ് നമ്മൾ ഈ പറഞ്ഞു. നമ്മൾ ടെസ്റ്റസ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് കൊണ്ടാണ്. അതിനെ നമ്മൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് വിളിച്ചു. ആ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൻ്റെ ഫങ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പിറ്റ്യൂട്ടറിയിലുള്ള ഒരു പോർഷനാണ്. ആ പോർഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന ഒരു ഹോർമോണാണ്. ആ ഹോർമോണിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ട്യൂബ്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH ഓഫ് പിറ്റ്യൂട്ടറി. ഓക്കെ, പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന ഒരു ഹോർമോണാണ്. ഏതാണത്? TSH. TSHൻ്റെ ഫുൾ ഫോം എന്താണ്? ട്യൂബ്യൂൾ, ഞാൻ എഴുതാം, TUBULE, ട്യൂബ്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ട്യൂബ്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആ ഒരു ഇതിൻ്റെ മീനിങ് ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ആ ഒരു സെമിനിഫെറസ് എന്താ പറയുക, ട്യൂബ്യൂൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ. ഹോർമോൺ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കും. HORMONE എന്നാണ് ഹോർമോൺ. ഓക്കെ, അതേപോലെ തന്നെ ഇൻഡസ്റ്റീഷ്യൽ സെൽസ്, ഞാൻ പറഞ്ഞു ഈ സെമിനിഫെറസ് ടിഷ്യൂവിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക എൻഡോക്രൈൻ സെൽസ് കാണാം. അതിനെയായിരുന്നു നമ്മൾ ഇൻഡസ്റ്റീഷ്യൽ സെൽസ് എന്ന് വിളിച്ചത്. അതിൻ്റെ ഫങ്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇൻഡസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്, ICSH. എന്താണ് ഫുൾ ഫോം? ഇൻഡസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താണ്? ഇൻഡസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ ഫങ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബ്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആയിട്ടുള്ള TSH ഉണ്ട്. അതേപോലെ തന്നെ ഇൻഡസ്റ്റീഷ്യൽ സെല്ലിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആയിട്ടുള്ള ICSH ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയില്ലേ? പിന്നെ ടെസ്റ്റിസിൽ നിന്ന് ഒരുപാട് വാസ് എഫ്രൻഷ്യ വരും. ഓക്കെ, ഒരുപാട് വാസ് എഫ്രൻഷ്യ വരും. അത് എന്നിട്ട് എന്ത് ചെയ്യും? വാസ് ഡിഫറൻസ് ആയിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, എന്തായിട്ട് ജോയിൻ ചെയ്യും? വാസ് ഡിഫറൻസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിലിൽ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? വോൾഫിയൻ ഡക്റ്റ്. ആ ഒരു വോൾഫിയൻ ഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാസ് ഡിഫറൻസ് എന്ന്. അപ്പം ഈ വരുന്ന വാസ് എഫ്രൻഷ്യ വോൾഫിയൻ ഡക്റ്റായിട്ട് ജോയിൻ ചെയ്ത് എന്തായി മാറും? വാസ് ഡിഫറൻസ് അല്ലെങ്കിൽ സ്പേം ഡക്റ്റായിട്ട് മാറും.
എന്തായിട്ട് മാറും? സ്പേം ഡക്ട്. വാസ്റ്റ് ഡിഫറൻസിന് തന്നെയാണ് കേട്ടോ നമ്മൾ വോൾഫിയൻ ഡക്ട് എന്ന് പറയാം. അപ്പം എങ്ങനെ ഞാൻ ഒന്നും കൂടി അതിന് പ്രിസൈസ് ആയിട്ട് പറയാം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടാവും. അതൊക്കെ കൂടി ജോയിൻ ചെയ്യും, അതിന്ന് കുറച്ച് ട്യൂബ്യൂൾസ് വരും. അതാണ് വാസ് എഫ്രൻഷ്യ. എന്താണ് വാസ് എഫ്രൻഷ്യ? ആ വാസ് എഫ്രൻഷ്യ ജോയിൻ ചെയ്ത് എന്തായി മാറും? വാസ് ഡിഫറൻസ് ആയിട്ട് മാറും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വാസ് ഡിഫറൻസിൻ്റെ ഇനീഷ്യൽ പോർഷൻ, ഈ ഒരു തുടക്കത്തിലുള്ള പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഹൈലി കോയിൽഡ് ആണ്. ആ പോർഷനെ നമ്മൾ വിളിക്കുന്നത് എപ്പിഡൈഡമിസ് എന്നാണ്. ഓക്കെ, എന്താ വിളിക്കുന്നത്? എപ്പിഡൈഡമിസ്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ടെർമിനൽ പോർഷനിലേക്ക്, ഈ ഒരു വാസ് ഡിഫറൻസിൻ്റെ ടെർമിനൽ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരിത്തിരി ഡയലേറ്റഡ് ആണ്. ഈ ഒരു വാസ് ഡിഫറൻസിൻ്റെ താഴത്തെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി ഡയലേറ്റഡ് ആയിട്ട് കാണാം. ആ ഒരു പോർഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സെമിനൽ വെസിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സെമിനൽ വെസിക്കിൾസ്. ഈ ഒരു പിക്ചറിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ വാസ് ഡിഫറൻസ്. ഓക്കെ, ഈ ഒരു വരുന്നതാണ് നമ്മുടെ വാസ് ഡിഫറൻസ്. ഇതാണ് ടെസ്റ്റസ്. അപ്പോൾ ഈ ടെസ്റ്റസ് എന്ന് വരുന്ന സമയത്ത് വാസ് ഡിഫറൻസിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ ഹൈലി കോയിൽഡ് ആയിരിക്കും. ആ ഹൈലി കോയിൽഡ് ആയ പോർഷനെയാണ് നമ്മൾ എപ്പിഡൈഡമിസ് എന്ന് വിളിച്ചത്. അതിനുശേഷം താഴത്തേക്ക് വന്നിട്ട് ഈ ഒരു ഈ ഒരു വാസ് ഡിഫറൻസിൻ്റെ ടെർമിനൽ ഏറ്റവും അവസാനത്തെ പോർഷനിലേക്ക് എത്തിയുമ്പം അത് ചെറുതായിട്ടൊന്ന് ഡയലേറ്റ് ചെയ്ത് സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്ന ഒരു പോർഷൻ വരും അവിടെ. എന്നിട്ട് ഈ സെമിനൽ വെസിക്കിൾസ് എങ്ങോട്ട് ഓപ്പൺ ആവും? നേരെ യൂറോഡിയത്തിലേക്ക് ഓപ്പൺ ആവും. എങ്ങോട്ട് ഓപ്പൺ ആവും? യൂറോഡിയത്തിലേക്ക്. അതിൻ്റെ ആ ഒരു ടിപ്പിലായിട്ട് നമുക്ക് കുറച്ച് പാപ്പിലൈ ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പീജിൽ നോക്കുന്ന സമയത്ത് ഇവർക്ക് കോപ്പുലേറ്ററി ഓർഗൻ ഒന്നും പ്രസൻ്റ് അല്ല. ഇവർ ജസ്റ്റ് സ്പേമിനെ ഫീമെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോവാക്കൽ കോണ്ടാക്റ്റ് കാരണം ഇവർ ആ ഒരു സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിൽ ജെനൈറ്റൽ ഓർഗനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മെയിൽ ജെനൈറ്റൽ ഓർഗനിൽ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഫീമെയിൽ ജെനൈറ്റൽ. അപ്പോൾ ഇതായിരുന്നു മെയിൽ ജെനൈറ്റൽ ഓർഗൻ. ടെക്സ്റ്റിൽ കുറച്ചും കൂടി നല്ല ഇമേജ് ഉണ്ട്. അപ്പം വരയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പം ടെക്സ്റ്റിൽ ഇമേജ് ആട്ടോ. ഇതൊക്കെ കാണുമ്പോൾ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യും. പക്ഷേ ടെക്സ്റ്റിലുള്ള ആ ഒരു ഇമേജ് ആയിരിക്കും കുറച്ചുകൂടി സുഖം. ഫീമെയിൽ ജെനൈറ്റൽ ഓർഗനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റൈറ്റ് ഓവറിയും റൈറ്റ് ഓവിഡക്റ്റും ഒക്കെ ആബ്സെൻ്റ് ആണ്. മീൻസ് നമ്മൾ പറയുമ്പോൾ റൈറ്റ് ഓവറിയും ലെഫ്റ്റ് ഓവറിയും ഉണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഓവറിയും റൈറ്റ് ഓവിഡക്റ്റും ഒക്കെ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. ആകെ ഉള്ളത് ലെഫ്റ്റ് ഓവറിയും ലെഫ്റ്റ് ഓവിഡക്റ്റും മാത്രമാണ് അഡൽട്ടിൽ കാണാൻ പറ്റുന്നത്. എംബ്രിയോയിൽ 2 ഓവറീസും പ്രസൻ്റ് ആയിരിക്കും. പക്ഷേ അഡൽട്ടായി വരുമ്പം അതെന്തായി പോവും? ഡീജനറേറ്റ് ചെയ്ത് പോവും. റൈറ്റ് ഓവിഡക്റ്റിൻ്റെ ചില ബാക്കി പോർഷൻസ് നമുക്കവിടെ കാണാം കേട്ടോ. ഇതിൽ കാണിച്ചിട്ടുണ്ടോ അറിയില്ല. നമ്മളെ ആ ഒരു ടെക്സ്റ്റിലെ പിക്ചറിൽ കണ്ടോ, ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. റൈറ്റ് ഓവിഡക്റ്റിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഓവറി അതിൻ്റെ മാക്സിമം സൈസിലെത്തും. ബ്രീഡിങ് സീസൺ ആകുമ്പം അതിൻ്റെ മാക്സിമം സൈസിലെത്തും. എന്നിട്ട് അത് ബോഡി വാളിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് കിടക്കുക, സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുക. അതിനുവേണ്ടി അവിടെ ഒരു പെരിറ്റോണിയൽ ഫോൾഡ് ഉണ്ട്. ആ ഫോൾഡിനെ നമ്മൾ മീസോവേറിയം എന്നാണ് വിളിക്കുക. മീസോവേറിയം. ഓക്കെ, ഓവറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ട്. ഒരു ഓവറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒവേറിയൻ ഫോളിക്കിൾസിനെ കാണാം. ആ ഒവേറിയൻ ഫോളിക്കിൾസിനാണ് ഈ ഒരു പിക്ചറിൽ ഇല്ല, ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് റോഡിമെൻറ്റ് ഓഫ് റൈറ്റ് ഓവിഡക്റ്റ് കേട്ടോ. ആ ഒരു റൈറ്റ് ഓവിഡക്റ്റിൻ്റെ റോഡിമെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു ഓവറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് ഒവേറിയൻ ഫോളിക്കിൾസ് കാണും. അതിനെ നമ്മൾ ഓവി സാക്ക് അല്ലെങ്കിൽ എഗ് ഫോളിക്കിൾസ് എന്ന് വിളിക്കും. ഇതിൻ്റെ അകത്താണ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള എഗ്ഗിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഒരു മെച്യൂർ ആയിട്ടുള്ള ഫോളിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഫോളിക്കിൾസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളൊരു മെച്യൂർ ആയിട്ടുള്ളൊരു ഫോളിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എഗ്ഗ് ഉണ്ടാവും. ആ എഗ്ഗിനെ ഇവർ റിലീസ് എങ്ങനെയാണ്? അവസാനം അത് ബേസ്റ്റ് ചെയ്യും. ആ ഒരു ഫോളിക്കിൾ ബേസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ എഗ്ഗിനെ റിലീസ് ചെയ്യും. ഓക്കെ, ഒരു നോൺ വാസ്കുലാർ ബാൻഡ് വഴി ആ എഗ്ഗിനെ ഇവർ റിലീസ് ചെയ്യും. ആ നോൺ വാസ്കുലാർ ബാൻഡിനെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് വിളിക്കുക. സ്റ്റിഗ്മ. ഓക്കെ, അത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഫങ്ഷണൽ ഓവിഡക്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ലോങ് ആയിട്ടുള്ള ബ്രോഡായിട്ടുള്ള കോൺവിലേറ്റഡ് ആയിട്ടുള്ള ഒരു മസ്കുലർ ട്യൂബാണ്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഫങ്ഷണൽ ഓവിഡക്റ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള ഓവിഡക്റ്റ് കാണാം. ഇതാണ് ഫങ്ഷണൽ ആയിട്ടുള്ള ഓവിഡക്റ്റ്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് നീളമായിട്ട് കുറച്ചൊന്ന് ബ്രോഡായിട്ട് ഇങ്ങനെ കോൺവലേറ്റഡ് ആയിട്ട് കുറച്ചിങ്ങനെ ചുരുണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് ബോഡി വാളിന്ന് എന്താ പറയുക സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലിഗമെൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മീസോ ട്യൂബുലാരിയം. എന്താ വിളിക്കുന്നത്? മീസോ ട്യൂബുലാരിയം. ഈ ടേംസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഈ ക്ലാസ് കേട്ടിട്ട്, അപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓവിഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആയിട്ടുള്ള ബ്രോഡായിട്ടുള്ള കോൺവലേറ്റഡ് ആയിട്ടുള്ള ഓവിഡക്റ്റ് ആണ് കാണുന്നത്. അത് ബോഡി വാളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഡോർസൽ ബോഡി വാളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്. അതൊരു ലിഗമെൻ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ ലിഗമെൻറ്റിനെ നമ്മൾ മീസോ ട്യൂബുലാരിയം എന്ന് വിളിക്കും. പിന്നെ ഈ ഒരു ഓവിഡക്റ്റ് ബോഡി ക്യാവിറ്റിയിലേക്ക് തുറക്കുന്നത് ഒരു വൈഡായിട്ടുള്ള ഫണൽ പോലെയുള്ള ഒരു ഓപ്പണിങ്ങിലാണ്. ആ ഫണലിനെ നമ്മൾ ഓവിഡക്കൽ ഫണൽ അല്ലെങ്കിൽ ഇൻഫെൻഡിബുലം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഓവിഡക്കൽ ഫണൽ അല്ലെങ്കിൽ ഇൻഫെൻഡിബുലം. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈഡ് ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക ഫണലിൻ്റെ ആ ഒരു വൈഡ് ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഓസ്റ്റിയം ട്യൂബേ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഓസ്റ്റിയം ട്യൂബേ. ഇതിൻ്റെ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫിംബ്രിക്കേറ്റഡ് ആണ്. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ അതാണ് പറയുന്നത്. ഫിംബ്രിക്കേറ്റഡ് ആണ്. അവിടുന്ന് ഓവിഡക്കൽ ഫണലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഗ്ലാഡുലാർ ആയിട്ടുള്ള ഒരു പാർട്ട് കാണുന്നുണ്ടോ? ഈ ഒരു ഓവിഡക്റ്റൽ ഫണലിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്ലാഡുലാർ ആയിട്ടുള്ള പാർട്ട് കാണാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മാഗ്നം എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? മാഗ്നം. ഈ ഒരു മാഗ്നമാണ് എഗ്ഗിലെ ആൽബുമിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇവർ എഗ് ലേയിങ് ആണ്. അപ്പോൾ അതിലെ എഗ്ഗിൻ്റെ ആൽബുമിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു മാഗ്നമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ട്യൂബുലാർ ആയിട്ടുള്ളത് ഈ ഒരു പോർഷനിലായിട്ട് ഒരു ഷോർട്ട് ട്യൂബുലാർ ആയിട്ടുള്ള പോർഷനെ കാണാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇസ്തമസ്. എന്താ വിളിക്കുന്നത്? ഇസ്തമസ്. ഓക്കെ, അപ്പം നമ്മുടെ എഗ്ഗ് കണ്ടോ, ഈ ഒരു എഗ്ഗ് ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആദ്യം ഒരു മാഗ്നം ഉണ്ട്. അതാണ് എന്തിനുണ്ടാക്കുന്നത്? ആ ഒരു ആൽബുമിൻ, എഗ്ഗിൻ്റെ ചുറ്റും വരുന്ന ആൽബുമിൻ ലെയറിനെ ഉണ്ടാക്കുന്നത്. മാഗ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്യൂബുലാർ ആയിട്ടുള്ള ഇസ്തമസ് എന്ന് പറയുന്ന പോർഷനാണ് വരുന്നത്. അതാണ് ഷെൽ മെംബ്രൈനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഇസ്തമസ് കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടുള്ള യൂട്രസിലേക്ക് വരും. അതാണ് എഗ് ഷെല്ലിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇസ്തമസ് എന്തിനാണ് സെക്രീറ്റ് ചെയ്യുന്നത്? എഗ് ഷെൽ മെംബ്രൈനെയാണ്. ഓക്കെ, യൂട്രസ് ആണ് എഗ് ഷെല്ലിനെ സെക്രീറ്റ് ചെയ്യുന്നത്. യൂട്രസിൽ നിന്ന് പിന്നെ നേരെ എന്ത് വരും? വെജൈന വരും. വെജൈനയിൽ നിന്ന് അത് നേരെ യൂറിയോഡിയത്തിലേക്ക് ഓപ്പൺ ആവും. ഈ ഒരു വെജൈനയിൽ നിന്ന് വരുന്ന മ്യൂക്കസ് മീൻസ് ഒരു മ്യൂക്കസ് സെക്രീഷൻ ഉണ്ട്. ഈ ഒരു വെജൈന പോർഷനിൽ നിന്ന് വരുന്ന കുറേ മ്യൂക്കസ് സെക്രീഷൻ ഉണ്ട്. അത് എഗ് ലേയിങ്ങിന് വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു ഫീമെയിൽ ഓർഗനിൽ പറയുന്നത്. ഞാനൊന്ന് ഷോർട്ടാക്കി പറയാം. ആദ്യം നമ്മൾ ഓവറീനെ പറ്റി പറഞ്ഞു. ഓവറി നമ്മളിവിടെ കണ്ടു. ബ്രീഡിങ് സീസണിലാണ് വലുതാവുക. അതിൽ കുറേ ഡെവലപ്പിംഗ് എഗ്സ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഓവിഡക്റ്റ് പറഞ്ഞു. ഓവിഡക്റ്റിൻ്റെ നിങ്ങൾ കണ്ടില്ല എങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു സെപ്പറേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഓവിഡക്റ്റിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിൻ്റെ പോർഷൻസ് പറഞ്ഞു. ഓവിഡക്റ്റിൽ നോക്കിയപ്പം ആദ്യം തന്നെ നമ്മളൊരു ഫണൽ അല്ലെങ്കിൽ ഇൻഫെൻഡിബുലത്തിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം മാഗ്നത്തിനെ പറ്റി പറഞ്ഞു. മാഗ്നം എന്താണ്? ഒരു ഗ്ലാഡുലാർ പാർട്ടാണ്. അത് എഗ്ഗിലെ ആൽബുമിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇസ്തമസിനെ പറ്റി പറഞ്ഞു. ഇസ്തമസ് എന്താണ്? എഗ്ഷെൽ മെംബ്രൈനും യൂട്രസ് എഗ്ഷെല്ലിനുമാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എഗ് ഫോളിക്കിൾസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. എഗ് ഫോളിക്കിൾസ് മെച്യൂർ ആവും, അതിലാണ് നമ്മുടെ ഒരു എഗ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഫീമെയിൽ യൂറിനോജനൈറ്റൽ സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പം ഇത്രയും പോർഷൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ജെനൈറ്റൽ ഓർഗൻ ഓഫ് പീജിയൻ കഴിയാണ്. നിങ്ങളോട് ജെനൈറ്റൽ ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി മെയിൽ ആൻഡ് ഫീമെയിൽ ജെനൈറ്റൽ ഓർഗൻ ആണ് എഴുതേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടി മെൻഷൻ ചെയ്യുക. എക്സ്ക്രീറ്ററി സിസ്റ്റം ആയിട്ടുള്ള കിഡ്നിയും കൂടി മെൻഷൻ ചെയ്യുക. കാരണം കിഡ്നി ഇതിനോട് അറ്റാച്ച് ചെയ്ത രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ടും ചോദിച്ചു കണ്ടു. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തൊരു ഡിസ്കഷനിലേക്ക് ഇട്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയറും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.